നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കണ്ണ് തുടിപ്പ് അഥവാ ട്വിച്ചിങ് ഓഫ് ഐസ് എന്നതിനെ പറ്റിയാണ്. സാധാരണഗതിയിൽ ചെറുപ്പക്കാരിലും കൊച്ചുകുട്ടികളിലും പ്രായമായവരിലും എല്ലാം അവനവന്റെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ണ് തുടിപ്പ് എന്ന് പറയുന്നത്. ഇതിനെ മെഡിക്കലി മയോകൈമിയ എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇതുണ്ടാകുന്നത് നമ്മുടെ കൺപോളകളിൽ സ്ഥിതി ചെയ്യുന്ന മസിലുകളുടെ ഇൻവോളണ്ടറി മസിൽ സ്പാസം കൊണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ആ മസിൽ സങ്കോചിക്കുന്നത് കൊണ്ടുമാണ് നമുക്കിത് സാധാരണഗതിയിൽ അനുഭവപ്പെടാറ്. പലപ്പോഴും ഈ മയോകൈമിയ എന്ന് പറയുന്ന കണ്ണ് തുടിപ്പ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് നമ്മുടെ അടിയിലെ കൺപോളകളിലാണ്. ഒരു മണിക്കൂറിൽ പലതവണയോ അല്ലെങ്കിൽ സെക്കൻഡുകൾ നീണ്ടു നിൽക്കുക, അത് ഡിസപ്പിയർ ആകുക, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നിൽക്കുക, അങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാറ്. കണ്ണ് തുടിപ്പ് ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കക്കുറവ് തന്നെയാണ്. ഉറക്കക്കുറവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ രാത്രി ഉറക്കമിളച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു 4 മണിക്കൂർ ഉറങ്ങുക, അതിനുശേഷം നമ്മൾ ഉണരുക, പിന്നീട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുക, അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഉണർന്നു വരിക. ഇങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് പാറ്റേൺ ഉള്ളവർക്കും ഈ കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറ്റീക്കാണ്. അതായത് നമുക്ക് അമിതമായ ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നവരിൽ ഇത് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഓവറായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവരും സാധാരണഗതിയിൽ ഇത് കണ്ടുവരാറുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വെള്ളം കുടി കുറയുക. അതായത് നമ്മുടെ ബോഡി വെയിറ്റിന് ആനുപാതികമായിട്ട് നമ്മൾ കുടിക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ വരുമ്പോഴും നമുക്ക് ഈ കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒന്ന് നിങ്ങൾ കുറച്ച് വെള്ളം കുറച്ചാൽ കുടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് തുടിപ്പ് അനുഭവപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആഴ്ചകളോളം വെള്ളം കുറച്ചാണ് കുടിക്കുന്നത്, അത് നിങ്ങളുടെ ഒരു ശീലമാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാറുണ്ട്. പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോറിൻ ബോഡീസ് പോവുക, കണ്ണിപ്പൊടി പോവുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണ് റബ്ബ് ചെയ്യുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാറുണ്ട്. നിങ്ങളിപ്പോൾ കണ്ണിന് പവർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെക്സോ മറ്റോ ഉപയോഗിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് അമിതമായ മദ്യത്തിന്റെ ഉപയോഗവും സിഗരറ്റിന്റെ ഉപയോഗം തന്നെയാണ്. അമിതമായ മദ്യം ഉപയോഗിക്കുമ്പോൾ പഠനങ്ങൾ പൊതുവെ പറയുന്നത് മദ്യം അമിതമായിട്ട് ഉപയോഗിക്കുന്നതിൽ നിർജ്ജലീകരണം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ശരീരം നിർജ്ജലീകരണത്തിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണു തുടിപ്പ് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചില തരത്തിലുള്ള ആന്റി ഡിപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവരിലും സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾക്കുള്ള ഡ്രഗ്സ് നിങ്ങൾ ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിൽ കൂടെയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ഡ്രൈ ഐസ് ഉള്ളവരിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. സിസ്റ്റത്തിന്റെ മുന്നിലും അതുപോലെ തന്നെ ഫോണിലും ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുക. ഈ നോക്കിയിരിക്കുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യാൻ മറന്നു പോകുന്നത് കൊണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ണ് തുടിപ്പ് അനുഭവപ്പെടാറുണ്ട്. മൈഗ്രെയിന്റെ എപ്പിസോഡ്സിന്റെ മുന്നോടിയായി ചിലവരിൽ ഈ കണ്ണ് തുടിപ്പ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B12, വൈറ്റമിൻ D, മഗ്നീഷ്യം, കാൽഷ്യം എന്നിവയുടെ ഡെഫിഷ്യൻസി ഉള്ളവരിലും കണ്ണ് തുടിപ്പ് കണ്ടുവരുന്നത് സാധാരണയായി കണ്ടുവരാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കണ്ണിന് അസുഖമുള്ളവരിൽ, അതായത് അലർജിക് കൺജങ്ക്റ്റിവൈറ്റീസ് അതല്ലെങ്കിൽ ബാക്ടീരിയൽ വൈറൽ കൺജങ്ക്റ്റിവൈറ്റീസ് ഉള്ളവർക്ക്, നമ്മൾ കണ്ണിന് അസുഖം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഈ കൺജങ്ക്റ്റിവൈറ്റീസ് എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ബ്ലഫ്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, കൺപോളകൾക്ക് നീർക്കെട്ടുണ്ടാകുന്ന ബ്ലഫ്രൈറ്റീസ് എന്ന് പറയുന്ന അസുഖമുള്ളവർ, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലുള്ള അസുഖം, അതായത് നിങ്ങളുടെ നെർവിന് ഡാമേജ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള പേഷ്യൻസിന് പലപ്പോഴും വിഷ്വൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാറുണ്ട്. ഈ വിഷ്വൽ ഡിസ്റ്റർബൻസിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ട്വിച്ചിങ് ഓഫ് ഐസ്, കണ്ണ് തുടിപ്പ് സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇത് വേറെ ചില രോഗങ്ങളിൽ കൂടെയും ഈ കണ്ണ് തുടിപ്പ് കണ്ടുവരാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബെൽസ് പാൽസിയാണ്. അതായത് ബെൽസ് പാൽസി എന്ന് പറയും. ബെൽസ് പാൽസി എന്ന് പറയുന്ന രോഗത്തിൽ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. അതായത് ക്രേനിയൽ നെർവിന് ഡാമേജ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബെൽസ് പാൽസി എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ മേളിയത്തെ ഐലിഡ് ട്രൂപ്പ് ചെയ്യുകയും അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മുഖം ഒരു സൈഡിലോട്ട് കൂടി പോകുന്നത് പോലെ തോന്നുക, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കൂടി പോകുന്നത് പോലെ തോന്നുക, നിങ്ങൾക്ക് ആ
സൈഡിൽ, മുഖത്തിന്റെ ആ സൈഡിൽ വീക്ക്നെസ് അനുഭവപ്പെടുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ട്രിപ്ലിംഗ് ഓഫ് സലൈവ എന്ന് പറയും. സലൈവ ഇങ്ങനെ വായുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ തോന്നുക. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു വിദഗ്ധയായ ഡോക്ടറിനെ കണ്ട് വൈദ്യസഹായം തേടേണ്ട ആവശ്യമാണ്. പിന്നെ ഈ ട്വിച്ചിങ് ഓഫ് ഐസ് കാണുന്നത് പാർക്കിൻസോണിസം ഉള്ളവരിൽ കാണാറുണ്ട്. വളരെ കോമൺ ആയിട്ട് പാർക്കിൻസോണിസം അസുഖമുള്ളവരിൽ കാണാറുണ്ട്. പാർക്കിൻസോണിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മസിലിനുണ്ടാകുന്ന സ്പാസമാണ്. പലപ്പോഴും പാർക്കിൻസോണിസം ഉള്ള രോഗികൾ വളരെ പെട്ടെന്ന് നടക്കുന്നു, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് നടക്കുന്നു, മുന്നോട്ട് അവർ വല്ലാതെ വളഞ്ഞു നടക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം ഹോൾഡ് ചെയ്യുമ്പോഴോ അല്ലാത്തപ്പോഴും ഒക്കെ അവരുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് വിറയൽ അനുഭവപ്പെടുക. ഇതിനെയാണ് നമ്മൾ പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. ഈ അസുഖത്തിനും വളരെ കോമൺ ആയിട്ട് ഈ ട്വിച്ചിങ് ഓഫ് ഐസ് കാണാറുണ്ട്. വേറൊരു കാരണമെന്ന് പറയുന്നത് സെർവിക്കൽ ഡിസ്റ്റോണിയ, അതായത് പെടലി വേദന കാണും. അതിൻ്റോടൊപ്പം രണ്ട് കൈയിലോട്ടും ഒരു വീക്ക്നെസ്സും ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേ പോലുള്ള ഒരു സെൻസേഷനും ഉണ്ടാകുന്നതിലും വളരെ കോമൺ ആയിട്ട് ഈ ട്വിച്ചിങ് ഓഫ് ഐസ് കാണാറുണ്ട്. ഇതല്ലാതെ ടോറസ് സിൻഡ്രോം എന്ന് പറയുന്ന ഇൻവോളണ്ടറി മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ഉള്ളവരിലും നമ്മുടെ ശരീരം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥകളിലും സാധാരണഗതിയിൽ നമുക്ക് ഈ ട്വിച്ചിങ് ഓഫ് ഐസ് കാണാറുണ്ട്. ഇതൊന്നും പോരാണ്ട് നിങ്ങൾക്ക് ഈ ട്വിച്ചിങ് ഓഫ് ഐസ് ഒരുപാട് കാലങ്ങളായിട്ട്, അതായത് ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ കണ്ണിന് ചുവപ്പും കൺപോളകൾക്ക് വിയർത്തിരിക്കുന്നത് പോലെ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും അബ്നോർമൽ ഡിസ്ചാർജ് കണ്ണിൽ നിന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് വിദഗ്ധനായ ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ എമർജൻസി എന്ന് പറയുന്നത്. പിന്നീട് 90% ആൾക്കാരിലും കണ്ണ് തുടിപ്പ് ഒരു എമർജൻസി അല്ല. വെറും 10% ആൾക്കാരിൽ മാത്രമാണ്, ഞാൻ ഈ മേൽ പറഞ്ഞ ഇത്രയും കേസുകളിൽ മാത്രമാണ് ഇതൊരു മെഡിക്കൽ എമർജൻസി എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ളവരിൽ നമ്മൾ ഉറക്കക്കുറവുള്ളവരിൽ ഉറങ്ങുന്നതിൽ കൂടെ, മറ്റേ വെള്ളം കുടിക്കാത്തവരിൽ വെള്ളം കുടിക്കുന്നത് കൂടെയൊക്കെ ഇത് തന്നെ ഡിസപ്പിയർ ആകാറുണ്ട്. ഇതുണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് മറ്റ് വേദനകളോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ ഒന്നും തന്നെ പലപ്പോഴും ഉണ്ടാകാറില്ല. ഇനി ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത്, ഉറക്കക്കുറവുള്ളവരാണെങ്കിൽ ഉറങ്ങുക, രാത്രി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. മുതിർന്ന ഒരാളാണെങ്കിൽ 7 തൊട്ട് 9 മണിക്കൂർ വരെയുള്ള സുഖമായിട്ടുള്ള ഉറക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ കണ്ണുതുടുപ്പ് ഒരു പരിധി വരെ കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ എന്ന കണക്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റിന് ആനുപാതികമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കരുത്. ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങും അതുപോലെ തന്നെ ഒരു റീഗർജിറ്റേഷൻ, ഒരു ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുക, വയറ്റിൽ വല്ലാതെ ഗ്യാസ് കെട്ടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇത് നിങ്ങളുടെ വെള്ളം കൂടി നിങ്ങൾ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലിറ്ററിലേക്ക് ഒരു കുപ്പി വാങ്ങിച്ചു വെച്ചിട്ട് ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നിങ്ങൾ ഓരോ കവിള് ഇടവിട്ട് കുടിക്കുക. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഒരു 15 മിനിറ്റ് കൂടുമ്പോഴും ഒക്കെ നിങ്ങൾ വെള്ളം കുറേശ്ശെ വീതം കുടിക്കുക. ഇത് നിങ്ങളുടെ വെള്ളത്തിന്റെ കുടിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റുകയും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുകയും സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ കണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ണ് ഡോക്ടറെ കണ്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് അതിനുള്ള പരിഹാരം കാണുക എന്ന് തന്നെയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഡ്രൈ ഐസ് കൊണ്ടാണ് ഇന്ന് കണ്ണുതുടുപ്പ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ലൂബ്രിക്കൻസ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു വിദഗ്ധനായ ഡോക്ടറിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ലൂബ്രിക്കൻസ് കണ്ണിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ സിസ്റ്റവും കമ്പ്യൂട്ടറും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റത്തിലും കമ്പ്യൂട്ടറിലും ഒക്കെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 20 ഫീറ്റ് ദൂരത്തേക്ക്, കണ്ണ് അതിൽ നിന്ന് മാറ്റി 20 ഫീറ്റ് ദൂരത്തേക്ക് നിങ്ങൾ 20 സെക്കൻഡ് നേരം നോക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിന്റെ ആ പ്രഷർ കുറയാനും നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു ട്വിച്ചിങ് ഓഫ് ഐസ് കുറച്ച് നിർത്താനും സഹായിക്കും. അതുപോലെ നിങ്ങളുടെ കണ്ണ് നിങ്ങൾ ഈ സമയങ്ങളിൽ, അതായത് നിങ്ങളൊരു സിസ്റ്റത്തെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ മറന്നു പോകുന്നവര് ആ സിസ്റ്റത്തിൽ നിന്ന് കണ്ണ് മാറ്റി മനഃപൂർവ്വം ബ്ലിങ്ക് ചെയ്യുക. ഈ ബ്ലിങ്ക് ചെയ്യുന്നതിൽ കൂടെയും നിങ്ങളുടെ കൺപോളകളുടെ ഈ തുടുപ്പ് ഒരു പരിധി വരെ കുറച്ച് നിർത്താൻ സഹായിക്കും. അതുപോലെ എന്നിട്ടും നിങ്ങൾക്ക് കണ്ണു തുടുപ്പും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു ടവല് ചൂടുവെള്ളത്തിൻ്റെ അകത്ത്, നല്ലൊരു ചൂടുവെള്ളത്തിൻ്റെ അകത്ത്
മുക്കി 2-3 ഫോൾഡായിട്ട് മടക്കി കണ്ണിൽ ചെറുതായിട്ട് ചൂട് കൊള്ളിക്കുന്നത് കൂടെയും നിങ്ങൾക്ക് ഈ കണ്ണു തുടുപ്പ് ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സഹായിക്കും. ഇനി ആയുർവേദത്തിൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ആയുർവേദിക് ഐ ഡ്രോപ്സുകൾ അവൈലബിൾ ആണ്. സുനീത്ര ഐ ഡ്രോപ്സ്, ഐ+ ഐ ഡ്രോപ്സ്, ഒപ്താക്കെയർ ഐ ഡ്രോപ്സ്, ഇതൊക്കെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇളനീർ കുഴമ്പിന്റെ ഉപയോഗം നിങ്ങൾ ഒരു പരിധി വരെ ഈ കണ്ണുതുടുപ്പ് കുറച്ചു നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ത്രിഫല കഷായം വെച്ചുള്ള ഐ വാഷും ഈ പറയുന്ന കണ്ടീഷനിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം കുറവുള്ളതായിട്ട് പേഷ്യൻസ് നമ്മുടെ അടുക്ക വന്ന് പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.